ഹായ്, എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഓസ്കാർ ഫിഷിൻ്റെ ടാങ്കിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഫിഷിനെ ഇതുവരെ ഞാൻ വാങ്ങി വളർത്തിയത് വെച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും ഫിഷിന് നല്ല നിറം കിട്ടാനായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഫുഡും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ ഗാർഡനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ടാങ്ക് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു വർഷം ആകുന്നു. അപ്പോൾ ഇത് ആദ്യമേ ഞാൻ ഇതിലിട്ടിരുന്നത് നമ്മുടെ കോയി കറുപ്പിനെ ആയിരുന്നു. കോയി കറുപ്പിന് ഏകദേശം ഒരു 10-14 മീനോളം അത്യാവശ്യം നല്ല ഒരു കൈപ്പത്തിനേക്കാളും വലിപ്പമുള്ള മീനുകളായിരുന്നു ഞാൻ ഇതിലിട്ടിരുന്നത്. പക്ഷേ ഒരിക്കൽ അബദ്ധവശാൽ കറണ്ട് ഇല്ലായിരുന്നപ്പോൾ ഈ ഫിൽട്ടർ ഓഫായി പോയപ്പോൾ എനിക്കത് ഓർക്കാനായിട്ട് താല്പര്യമില്ല, കാരണം ഫിഷ് ഫുള്ള് ചത്തുപോയി. അപ്പോൾ അതിന് ശേഷം ഈ ഒരു ടാങ്ക് എം ടി ആയിരുന്നു. ഒരുപാട് നാളത്തേക്ക് ഈ ഒരു ടാങ്ക് എം ടി ആയിരുന്നു. ഞാൻ 1-2 ഒക്കെ ഫിഷിനെ മാത്രം പിള്ളേർക്ക് വേണ്ടിയിട്ട് വാങ്ങി ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണിപ്പോൾ ഒരു 3 മന്ത്സ് ആവുന്നു ആദ്യമായിട്ട് ഞാൻ 2 ഓസ്കാർ ഫിഷിനെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ കറുപ്പ് ഈ ബ്ലാക്കിനെയാണ് ഞാൻ ആദ്യം കൊണ്ടുവന്നത്. ഈ ബ്ലാക്ക് 2 ഫിഷിനെയാണ് ആദ്യം വാങ്ങിയത്. അതിനുശേഷം ഇത് എൻ്റെ കയ്യിൽ സെറ്റായി എന്ന് മനസ്സിലായതിന് ശേഷമാണ് ആ ഒരു ആൽബോനെ വാങ്ങിയത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് അണ്ടർ വാട്ടർ വിഷ്വൽസാണ്. ഇപ്പോൾ കാണിച്ചത് അണ്ടർ വാട്ടർ വിഷ്വൽസ് ആണ്. അപ്പോൾ ഇവരെ ഞാൻ ഈ ബ്ലാക്കിനെ വാങ്ങിയിട്ട് ഏകദേശം 3 മാസമാകുന്നു. ഈ ഒരു നമ്മുടെ ബ്ലാക്ക് ഓസ്കാറിനെ വാങ്ങിയിട്ട്. വൈറ്റിനെ വാങ്ങിയിട്ട് ഒരു 1.5 മാസം 2 മാസം മാത്രമേ പ്രായമാകുന്നുള്ളൂ. ഇവിടെ ബ്ലാക്കിനെ ഇവിടെ അടുത്താണ് കേട്ടോ കെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഇവിടെ വന്ന് വെള്ളം കുടിക്കാറുണ്ട്. പക്ഷേ ഇവൻ്റെ നാക്ക് ഈ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഈ മീൻ വന്ന് വെട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒരുപാട് ഇത്രത്തോളം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. കാരണം ചിലപ്പോൾ ബ്ലാക്കിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അവൻ കടിക്കും, അവൻ്റെ നാക്ക് ചിലപ്പോൾ ഓസ്കാർ കടിച്ചുകൊണ്ട് പോകും. അപ്പോൾ പിന്നെ ഞാനിവിടെ ഇപ്പോൾ 2 ദിവസമേ ആയുള്ളൂ ഈ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1-2 ദിവസം ആകുന്നുള്ളൂ. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് ക്ലിയറായി വരുന്നുള്ളൂ. ഈ ഒരു ഓസ്കാർ ഫിഷിനെ ഇടുമ്പോഴേക്കും നമുക്ക് ടാങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് ഞാൻ അക്യൂറിറ്റിയിൽ നിന്ന് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞത്. പിന്നെയും ഞാൻ ഇനി ഒരു 2-3 ഫിഷസിനെയും കൂടിയൊക്കെ വാങ്ങാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിൽട്ടർ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഇനി ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് ഞാനിവർക്ക് കൊടുക്കുന്നത് ഇത് പെല്ലറ്റ് ഫുഡാണ്. ഫിഷ് ഫാമിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളത്, ഫാമിലൊക്കെ കൊടുക്കുന്ന ഫുഡാണ്. പിന്നെ ഇത് നമുക്ക് ഉണക്കമീൻ്റെ ഒരു ബിസിനസ്സുണ്ട്. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്തിട്ടുള്ള ഉണക്ക ചെമ്മീനാണ്. ഇത് ഞാൻ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു ഡ്രൈ ഫിഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ലാവ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെമ്മീൻ കൊടുക്കുന്നത് നല്ലതാണ്. ഈ പെല്ലറ്റ് മാത്രം കൊടുക്കണ്ട, ഇതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഫിഷിന് നല്ല കളർ വയ്ക്കാനും നല്ല സൈസ് ആകാനും ഒക്കെ ഈ ഒരു ഉണക്ക ചെമ്മീൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഡ്രൈഡ് ലാവ കിട്ടും. ആ ഒരു സാധനം പക്ഷേ നല്ലൊരു റേറ്റാണ് വരുന്നത്. അപ്പോൾ അതിനേക്കാളും അത്യാവശ്യം നല്ലത് ഉണക്ക ചെമ്മീൻ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫുഡൊന്ന് കൊടുത്തു നോക്കാം. ഇവരുടെ ഫുഡ് കൊണ്ടുവരുമ്പോൾ തന്നെ ബ്ലാക്കി ഇവിടെ കൊതിയും വിട്ട് വന്നിരിക്കും.
അപ്പോൾ ഇതിൽ നിന്ന് അവന് ഭയങ്കര ആക്രാന്തമാണ്. ഇത് കാണുമ്പോഴേക്കും അവനങ്ങ് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. അപ്പോൾ നമുക്കൊന്ന് ഫുഡ് കൊടുത്തു നോക്കാം ഇവർക്ക്. ഫുഡ് ഇട്ട് കൊടുക്കേണ്ട താമസമുള്ളൂ. പെട്ടെന്ന് വന്നിങ്ങനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫുഡ് അവരെടുക്കുന്നത്. ഞാൻ അണ്ടർ വാട്ടർ വീഡിയോ എടുക്കാനായിട്ട് ഗോപ്രോയുടെ സ്റ്റിക്ക് കുഞ്ഞി എവിടെ കൊണ്ടുവച്ചു. അത് എവിടെയാണെന്ന് അറിയത്തില്ല. കുഞ്ഞി ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഫുള്ള് ക്യാമറ ഉൾപ്പെടെ താഴേക്ക് ഇറക്കിയപ്പോൾ എനിക്കങ്ങ് പേടിയായിരുന്നു ഇനി ഇവന്മാർ വന്ന് കയ്യിലെങ്ങാനും കടിക്കുമെന്ന്. എപ്പോഴും നമ്മൾ ലിമിറ്റഡ് ആയിട്ട് ഓൺലി 1 ടൈം മാത്രം ഫുഡ് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. ടാങ്ക് അധികം അഴുക്കാകത്തതുമില്ല. ഓവർ ഫുഡായിട്ട് അമോണിയൊക്കെ കൂടിയിട്ട് മീൻ ചത്തുപോകത്തതുമില്ല. ഇപ്പോൾ കൊടുത്തത് പെല്ലറ്റ് ഫുഡാണ്. ഇനി നമുക്ക് ഉണക്ക ചെമ്മീൻ എടുത്തിട്ട് നമ്മൾ ഫിഷിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം. കുറച്ചുകൂടെ വളരുവാണെങ്കിൽ ഈ ഒരു സൈസോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 2-3 എടുത്തിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. പെട്ടെന്നാണ് അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നത്. ഇത് നല്ലതാണ്. നല്ല കളർ വയ്ക്കാനായിട്ട് നല്ല അടിപൊളി ഒരു ഫീഡാണ് ഉണക്ക ചെമ്മീൻ. ഇതേ ബ്ലാക്ക് കള്ളൻ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നതാണ്. ഇവനെ എന്നെങ്കിലും നമ്മുടെ ഓസ്കാർ വന്ന് അവൻ്റെ നാക്ക് കടിച്ചിട്ട് പോകും മിക്കവാറും. ഭയങ്കര ചൂടാണ്. അവനവിടെ പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും അവൻ ഈ ടാങ്കിൽ നിന്ന് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കുടിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഇത്രയും വെള്ളം കുറച്ചിട്ടത്. അപ്പോൾ ഇന്ന് ഞാൻ ഗ്രില്ല് മാറ്റി വെച്ചു വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് വന്നിട്ടാണ് അവൻ വെള്ളം കുടിക്കുന്നത്. അവൻ്റെ അടുത്തോട്ടേക്ക് വരുന്നുണ്ടോ? കണ്ടോ ആ വൈറ്റിങ് ഓടി വന്നുണ്ടോ? ബ്ലാക്കും വരുന്നുണ്ട്. പക്ഷേ നമുക്കത് കാണാൻ പറ്റാത്തതാണ്. ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇത് ചരിഞ്ഞ് വരുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവന്മാരെ നിൻ്റെ നാക്ക് കടിച്ചെടുത്തിട്ട് പോവും. നിൻ്റെ നാക്ക് അവന്മാരെടുത്തിട്ട് പോവും. അപ്പോൾ ഞാൻ ഈ ഒരു ഫീഡും കൊടുക്കുന്നത് കാണിച്ചു. അപ്പോൾ അതേ അവർ മുകളിലേക്ക് വരുന്നതിന് ഞാൻ ഈ ഫിൽറ്റർ ഒന്ന് ഓണാക്കി കാണിക്കാം. ഫിൽറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ ഒരു മിനുക്ക് പണികളൊക്കെ ഉണ്ട്. ഇവിടെയാണ് അതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് ഹൈറ്റിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഞങ്ങളുടെ ഓസ്കാർ ഫിഷിൻ്റെ അപ്ഡേറ്റ്സ്. ഞാൻ വാങ്ങി വളർത്തി വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസായി വരുന്നുണ്ട് ഫിഷ്. ഇനിയിപ്പോൾ ലൈവ് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. ബ്ലാക്കി, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറഞ്ഞേ. പറയടാ. ഓക്കെ, ബൈ ബൈ.